രക്ഷയുടെ പാതയിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിൽ ഈശോയുടെ പ്രബോധനങ്ങളിൽ 7ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. മോഷ്ടിക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നതാണ്. ഒരിക്കൽ ഒരു കൊച്ച് വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു തേങ്ങ കിടക്കുന്നത് കണ്ടു. ആ തേങ്ങ എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ദാരിദ്ര്യം ഉള്ളതുകൊണ്ടോ അല്ല എങ്കിൽ അമ്മ ഒരക്ഷരം പോലും മറുപടി പറയാതെ ആ തേങ്ങ എടുത്ത് മോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മോനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നാളുകൾ കഴിഞ്ഞു. ആ മകൻ വളർന്നു. ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് വലിയ ഏതോ ഒരു കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന മകനെ കാണുവാൻ അമ്മ ചെന്നു കഴിഞ്ഞപ്പോൾ ജയിലിൻ്റെ അഴികളുടെ ഇടയിലൂടെ കൈ കൊണ്ട് അമ്മയെ ഈ മകൻ വിളിച്ചു. അമ്മ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ചെവി കടിച്ച് ഈ മകൻ എടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്നാ പറഞ്ഞേ, അമ്മേ, ഞാൻ ആ കുഞ്ഞുനാളിൽ ആ തേങ്ങ മോഷ്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്നോട് പറയാമായിരുന്നല്ലോ, മോനെ, ഇത് നമ്മുടേതല്ല, ഇതൊരിക്കലും നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല, നീ ചെയ്തത് തെറ്റാണ്, മേലാൽ ഇത് ആവർത്തിക്കരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക തിന്മയാണ്. ഈശോ മോഷ്ടിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യം നമ്മുടേതല്ലാത്ത സാധനങ്ങൾ, നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നത് പാപമാണ്, തെറ്റാണ്. പഴയ നിയമത്തിൽ മോഷണത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നു: കള്ളന്മാരും അത്യാഗ്രഹികളും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. സ്വർഗത്തിൽ പോകുവാൻ അവർക്ക് പറ്റില്ല. കാരണം സ്വർഗത്തിൽ പോകുവാനുള്ള തടസ്സമാണ് മോഷണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അല്ലാത്ത കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, ചിലപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ നല്ല ഭംഗിയുള്ള പെൻസില്, പേന, അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങൾ ഒക്കെ കാണുമ്പോൾ അത് സ്വന്തമാക്കണമെന്നുള്ള ചിന്ത, അത് തീർച്ചയായിട്ടും തെറ്റാണ്. നമ്മുടേതല്ലാത്ത കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കരുത്. 7ാം പ്രമാണത്തിൻ്റെ അടിസ്ഥാന ചിന്തകൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പുസ്തകം വായിക്കുന്നുണ്ട്, പുസ്തകത്തിൽ അടയാളപ്പെടുത്തണം, ഷോർട്ട് നോട്ടൊക്കെ കുറിക്കുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക. 1-ാമത്തെ ചിന്ത, സമ്പത്ത് ദൈവിക ദാനം. ഈശോ നമുക്ക് ദാനമായിട്ട് നൽകിയ എല്ലാം ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുകയാണ്. ദൈവം പ്രപഞ്ച വസ്തുക്കളും സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ മനുഷ്യനോട് പറഞ്ഞു, ഈ എല്ലാ വസ്തുക്കളും നിനക്ക് ഉപയോഗിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. സമ്പത്ത് ദൈവദാനമാണ്. പണം
ഉപയോഗിക്കാം. നമ്മുടെ വീട്, ആ വീട്ടിലുള്ള വസ്തുക്കൾ, അതെല്ലാം നമുക്ക് ഉപയോഗിക്കുവാൻ ഉള്ള അവകാശവും ഈശോ തന്നിട്ടുണ്ട്. എന്നാൽ അമിതമായിട്ടുള്ള ഉപയോഗം തെറ്റാണ്. മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ടത് എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് ഒരു തരത്തിലുള്ള മോഷണമാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ, മറ്റുള്ളവരുടെയും കൂടി സന്തോഷം ഞാൻ തന്നെ പിടിച്ച് എടുക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു ചിന്തയാണ് പൊതുസ്വത്തും സ്വകാര്യ സ്വത്തും. സ്വത്തുക്കളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. പൊതുസ്വത്ത്, വഴിവിളക്കുകൾ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ പൊതുസ്വത്തുകളാണ്. സ്വകാര്യ സ്വത്ത് നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്ടിലെ വസ്തുക്കൾ, നിങ്ങളുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം സ്വകാര്യ സ്വത്താണ്, പൊതു സ്വത്തല്ല. നാട്ടിലുള്ള എല്ലാവരും വന്ന് അത് കാണാനോ ഉപയോഗിക്കാനോ ഒന്നും പോകുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ TV, നിങ്ങളുടെ ഫോൺ ഒരുപക്ഷെ സ്വകാര്യ സ്വത്തായിരിക്കും. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വായനശാല ഒരു പൊതു സ്വത്താണ്. നിങ്ങളുടെ വീടിൻ്റെ സമീപമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ബസ് സ്റ്റാൻഡ് ഒരു പൊതു സ്വത്താണ്. അവിടെ നമ്മൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. നമ്മുടെ വീട്ടിലുള്ള TV എത്രമാത്രം കരുതലോടുകൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ പൊതുസ്ഥലത്തിരിക്കുന്ന ചില സാധനങ്ങൾ കെയർലെസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അത് കേടായാലും കുഴപ്പമില്ല. വഴിവിളക്കുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കാറുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ വസ്തുക്കൾ നശിപ്പിക്കാറുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ സ്വകാര്യ സ്വത്തും സംരക്ഷിക്കണം. പൊതുസ്വത്ത് നമ്മൾ വളരെ കരുതലോടെ ഉപയോഗിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയുള്ളൂ. വഴിവിളക്കുകൾ തല്ലി കെടുത്താതിരിക്കുകയാണ് എങ്കിൽ രാത്രിയിൽ സുഖമായി യാത്ര ചെയ്യുവാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് സ്വകാര്യ വസ്തുക്കളെ പോലെ തന്നെ, സ്വത്തിനെ പോലെ തന്നെ പൊതുസ്വത്തിനെയും നമുക്ക് കാണാം, നല്ലൊരു മനോഭാവത്തോടെ കാണാം. പൊതുമുതൽ നശിപ്പിക്കുന്ന ശീലങ്ങൾ നമുക്ക് മാറ്റാം. എൻ്റെ വീട് എത്രമാത്രം വൃത്തിയായിട്ടിരിക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ പൊതുസ്ഥലങ്ങളും വൃത്തിയായിട്ടിരുത്തുവാൻ എല്ലാവർക്കും പരിശ്രമിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ പള്ളിയുടെ സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ചെടികൾ വെച്ച് ഭംഗിയാക്കുന്നത് നല്ലതാണ്. ചിലവരുടെ വീട്ടിലൊക്കെ നല്ല പൂന്തോട്ടങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ പള്ളിയിൽ ഒരു പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിക്കുവാൻ നിങ്ങൾക്ക് പറ്റണം. അവിടെ ചെറുപുഷ്പ മിഷനിലെ കുട്ടികളും തിരുബാല സഖ്യത്തിലെ കുട്ടികളും ഒക്കെ ഉണരണം. ഓരോ ചെടിയും ഓരോരുത്തരും കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കണം. വഴി സൈഡിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ നശിപ്പിക്കാതെ സംരക്ഷിക്കണം. ആ രീതിയിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിൽ വഴിയിലൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമുണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യത്ത് എല്ലാ വഴിയോരങ്ങളിലും നല്ല ചെടികളൊക്കെ മരങ്ങളൊക്കെ ഉണ്ടാവട്ടെ. മോഷ്ടിക്കരുത് എന്ന ഈശോയുടെ പ്രബോധനത്തിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന തത്വം നീതി സങ്കല്പമാണ്. എന്താണ് നീതി എന്ന് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. നമുക്കൊക്കെ നല്ലൊരു നീതിബോധം ഉണ്ടാവണം. പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ ജീവൻ്റെ ദാതാവായ ദൈവത്തെ ആരാധിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം നമ്മൾ. അത് അവരർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ കടമയും അവരുടെ അവകാശവുമാണ്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഒരു അധ്യാപകൻ്റെ കടമയാണ് വിദ്യാർത്ഥിക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുക, നല്ല കാര്യങ്ങൾ അറിയുക. നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ അധ്യാപകർ കടമയായിട്ട് ഏറ്റെടുക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ,
പരസ്പരമുള്ള കടമകൾ പാലിക്കുക എന്നത് നീതിയുടെ അടിസ്ഥാന തത്വമാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോടുള്ള കടമ, നിങ്ങൾക്കും ചില കടമകളുണ്ട്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, എഴുതുക. നിങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള കടമയുണ്ട്. മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനാണ് നല്ല പഠിക്കുവാനുള്ള അന്തരീക്ഷം, പുസ്തകം, ബാഗ്, മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മേടിച്ചു തരുന്നത്. അത് നിങ്ങളുടെ അവകാശമാണ്, ഒപ്പം മാതാപിതാക്കളുടെ കടമയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന മാതാപിതാക്കളോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട്. നന്നായിട്ട് പഠിക്കുക, നല്ല അനുസരണയുള്ളവരായിരിക്കുക. ഇനി നമ്മുടെ സഭയോട് നമുക്ക് ചില കടമകളുണ്ട്. ഒരു സഭാ അംഗമെന്ന നിലയിൽ നമ്മുടെ ചില അവകാശങ്ങൾ, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കൂദാശകൾ സ്വീകരിക്കുവാൻ അതിനുള്ള എല്ലാ അവകാശങ്ങളും നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ കടമകൾ നമ്മൾ മറക്കുകയാണോ? ഭരണഘടന അവകാശങ്ങളും ഭരണഘടന നൽകുന്ന ചുമതലകളുമുണ്ട്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ചില ചുമതലകളുണ്ട്, എന്നാൽ ചില അവകാശങ്ങൾ. ഈ അവകാശങ്ങൾ പോലെ തന്നെ ചുമതലയെക്കുറിച്ചും ബോധ്യം ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടെങ്കിൽ അയാളെയും കൂടി പരിഗണിക്കുമ്പോൾ നമ്മുടെ നീതിബോധം ഉണരുകയാണ്. ഞാനൊരു നല്ല ഉദാഹരണം പറയാം. ക്രിസ്മസിന് നിങ്ങളുടെ വീട്ടിൽ കേക്കുകൾ മുറിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ താഴെ അല്ലെ തൊട്ടടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. കേക്ക് മേടിക്കുവാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ വീട്ടിലും 2-3 കുട്ടികളൊക്കെയുണ്ട്. കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ നിങ്ങൾ അപ്പായോടോ അമ്മയോടോ പറഞ്ഞ്, അമ്മ 2 കേക്ക് മേടിക്കുമ്പോൾ 1 കേക്ക് നമുക്ക് അവിടെ കൊടുക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളിലെ നീതിബോധമാണ്. അപ്പോൾ അവർക്കൂടി അവകാശപ്പെട്ടതാണ് നമ്മുടെയൊക്കെ സമ്പത്ത് എന്നൊക്കെ ചിന്തിക്കുക. നല്ല സമറിയാക്കാരൻ്റെ ഉപമ നമ്മളെ ചിലത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട വ്യക്തിയെ, അവൻ്റെ അവകാശമായിരുന്നു, അവൻ്റെ ആഗ്രഹമായിരുന്നു ആരെങ്കിലും എന്നെ സഹായിക്കാൻ. അവൻ്റെ അവകാശത്തെ സമറിയാക്കാരനായിട്ടുള്ള ആ നല്ല വ്യക്തി ഏറ്റെടുത്തു. എന്നിട്ട് ഈശോ പറയുക, നീയും അതുപോലെ പോയി ചെയ്യുവാൻ. അപ്പോൾ നമുക്ക് ആ ഒരു നീതിബോധം ഉള്ളവരായിട്ട് നമുക്ക് മാറാം. ആ നീതിബോധമാണ് നമുക്ക് കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ ബോധിപ്പിക്കുന്നത്. ഇനി സ്വത്തവകാശവും മോഷണവും. എനിക്കർഹിക്കാത്തത് മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ അതിനെ സ്വന്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് ഒരു തരത്തിലുള്ള മോഷണമാവുകയാണ്. ചില പേനകളായിരിക്കാം, ചില പണമായിരിക്കാം, ഇപ്പോൾ കുട്ടികളെ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു അപകടകരമായിട്ടുള്ള കാര്യം നമ്മൾ കാണുകയാണ്. മോഷണം തെറ്റാണ്. അടുത്തത് പൊതുസ്വത്തിനോടുള്ള ആദരവ് എപ്രകാരമായിരിക്കണം? നമ്മുടെ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ നമ്മളത് നശിപ്പിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളാണ് കൃത്യതയോടെ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈശോ നമ്മളോട് പറയുക, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ നിൻ്റെ അല്ലാത്തതൊന്നും നീ സ്വന്തമാക്കാൻ പോകരുത്. ഒപ്പം നിൻ്റെ സമ്പത്തൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കുവയ്ക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണുന്നത് അതിനെതിരായിട്ടുള്ള ചില പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നോ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ എന്നിലെ തിന്മയെ നശിപ്പിക്കണമേ. മറ്റുള്ളവരുടെ സമ്പത്തും സ്വത്തും എനിക്കുണ്ടാവണം, എനിക്ക് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. സമ്പത്ത് വിവേകത്തോടെ ഉപയോഗിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പണം ധൂർത്തടിക്കുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ നൽകുന്ന പണം കൂട്ടുകാരുടെ മുമ്പിൽ ആളാകുവാൻ വേണ്ടി നശിപ്പിക്കുന്നത് തെറ്റാണ്. മറ്റുള്ളവരുടെ
അവകാശങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നമുക്ക് നല്ല പുണ്യത്തിൽ വളരാം. നല്ല നീതിബോധത്തോടെ സഹോദര തുല്യമായിട്ട് മറ്റുള്ളവരെ കണ്ട് സമൂഹത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് സന്തോഷിക്കാം. ഈശോയെ, ഏഴാമത്തെ കൽപ്പനയിലൂടെ നല്ല സത്യസന്ധരായിട്ടുള്ള ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.